കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചേലക്കര കളപ്പാറ വാരിയത്തുകുന്ന് പ്രദേശത്ത് വെള്ളത്തിൽ പതപൊങ്ങിയ സംഭവം. ആശങ്ക വേണ്ടെന്ന് UR പ്രദീപ് MLA. റൈറ്റ് വിഷൻ വാർത്തയെ തുടർന്ന് DMOയുമായി ബന്ധപ്പെടുകയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തിയെന്നും MLA. വനപ്രദേശത്തെ സോപ്പുകായ എന്ന മരം പൊട്ടി വെള്ളത്തിൽ വീണതാണ് വലിയ രീതിയിൽ പത രൂപപ്പെടാൻ കാരണമായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും MLA കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് ജലം ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്നും UR പ്രദീപ് MLA റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ റൈറ്റ് വിഷന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. കളപ്പാറയിൽ വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിൽ വലിയ നുറയും പതയും കാണുന്ന ഒരു ഒഴുകി വരുന്ന ഒരു കാഴ്ച നാട്ടുകാരെല്ലാവരും പരിഭ്രാന്തി ആണെന്നെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് ഞാൻ DMOന് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും റൈറ്റ് വിഷന്റെ വാർത്ത അയച്ചു കൊടുക്കുകയും അതനുസരിച്ച് DMO പരിശോധിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു. അവിടുത്തെ തോണൂർക്കരയിൽ നിന്ന് മെഡിക്കൽ സംഘം അവിടെ ചെന്നൈയിരുന്നു. സംഘം എന്ന് വെച്ചാൽ HI ഉൾപ്പെടെ അവിടെ ചെന്നിരുന്നു. അത് പരിശോധിച്ചു. അപ്പോൾ വെള്ളം ഒഴുകി വരുന്ന മോളിൽ സോപ്പ് കായ മരം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് അതിൽ പൊട്ടി, അതിന്റെ മരം പൊട്ടി ആ കായ ഉൾപ്പെടെ ഒഴുകി ഈ വെള്ളത്തുകൂടെ വന്ന് ചീഞ്ഞിട്ടാണ് ഈ പത രൂപപ്പെടുന്നത്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടുന്നതില്ല. അതുകൊണ്ട് അത് ഒന്നും കൂടെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ ഇന്ന് വീണ്ടും എടുത്ത് അത് പറഞ്ഞു കൊടുത്തു വിടുന്നുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ ആ വിവരം ഈ റൈറ്റ് വിഷൻ വാർത്ത ഇന്നലെ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് പൊതുജനങ്ങളെ അറിയിക്കണം, ആശങ്ക വേണ്ട എന്ന് അറിയിക്കണം. ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.